വെൽക്കം ടു ഓൾ ട്രേഡിംഗ് ലേണിംഗ് സീരീസ് ഡേ 5. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാർക്കറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും മാർക്കറ്റിൻ്റെ ഫ്യൂൽ എന്നറിയപ്പെടുന്നതുമായ ലിക്വിഡിറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, മാർക്കറ്റിൽ ലിക്വിഡിറ്റി എത്രത്തോളം പ്രധാനപ്പെട്ടാണെന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലൊരു വാഹനമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫ്യൂൽ വേണം. അപ്പോൾ ഫ്യൂൽ അടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഗ്യാസ് സ്റ്റേഷൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലായല്ലോ, ഫ്യൂലും വേണം, ഗ്യാസ് സ്റ്റേഷനും വേണം. അപ്പോൾ ഇതേ കാര്യം നമ്മൾ മാർക്കറ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മാർക്കറ്റിന് മൂവ് ചെയ്യണമെങ്കിൽ ഫ്യൂൽ വേണം. അപ്പോൾ ഈ ഫ്യൂലാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫ്യൂൽ നമുക്ക് റീഫിൽ ചെയ്യണമെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ വേണമെന്ന് പോലെ തന്നെ മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും മാർക്കറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൽ എങ്ങനെ ലിക്വിഡിറ്റി ഫൈൻഡ് ചെയ്യാമെന്ന് പഠിക്കാം. മാർക്കറ്റിൻ്റെ ഓരോ സമയത്തെയും പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് അവിടെ ക്യാൻഡിൽസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ക്യാൻഡിൽസിൻ്റെ അപ്സും ഡൗൺസിലുമായിട്ട് ലിക്വിഡിറ്റീസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ പേരുടെ ബൈ ഓർഡേഴ്സ് ആണല്ലോ. സോ ആ ബുള്ളിഷ് ക്യാൻഡിൽ തൊട്ട് താഴെ തന്നെ അവരൊക്കെ സെൽ സ്റ്റോപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ബിയറിഷ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കുറേ പേരുടെ ഒരു സെൽ ഓർഡേഴ്സ് ആയിരിക്കും. സോ അവരൊക്കെ എസ് എൽ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ആ ഒരു ബിയറിഷ് ക്യാൻഡിൽ തൊട്ട് മുകളിലായിട്ടായിരിക്കും. സോ ഈ മാർക്കറ്റ് മേക്കേഴ്സ് എന്താക്കും? നമ്മുടെയൊക്കെ സെൽ സ്റ്റോപ്പും ബൈ സ്റ്റോപ്പും എടുത്ത് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓർഡേഴ്സ് ആണ് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റ് മേക്കേഴ്സ് എപ്പോഴും ബൾക്കായിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. സോ അവർക്ക് ആ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസും വേണം, അതോടൊപ്പം തന്നെ ആ ഓർഡർ മേടിക്കുവാൻ ആൾക്കാരും വേണം. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിക്വിഡിറ്റി തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഹൈസ് ആൻഡ് ലോസ്. ഹൈസ് ആൻഡ് ലോസ് നോക്കുന്നത് നമ്മളെപ്പോഴും ഹയർ ടൈം ഫ്രെയിംസിലായിരിക്കും. 1 hour ആൻഡ് എബോ ആണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിംഗ് ഹൈ എന്താണ്, ലോ എന്താണ്, ജസ്റ്റ് ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലെ സെൻറ്ററിലുള്ള 3 വിരലുകൾ നേരെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള വിരലിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റിലായിരിക്കും സെൻറ്ററിലുള്ള വിരൽ. അപ്പോൾ അതേ മെത്തേഡ് നിങ്ങൾ മാർക്കറ്റിലൂടെ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഉള്ള ക്യാൻഡലിനെക്കാട്ടും കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായി നിൽക്കുന്ന സെൻട്രലത്തെ ക്യാൻഡലായിരിക്കും അതിൻ്റെ സ്വിംഗ് ഹൈ എന്ന് പറയുന്നത്. ഇതേ മെത്തേഡ് ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഉള്ള ക്യാൻഡലിനെക്കാട്ടും കുറച്ചുകൂടെ താന്ന് നിൽക്കുന്ന ഒരു ഹൈ അല്ല ലോ ആയിരിക്കും ആ മാർക്കറ്റിൻ്റെ സ്വിംഗ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സ്വിംഗ് ഹൈസ് എന്താ ലോസ് എന്താ മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ ജസ്റ്റ് ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ട്, സെക്കൻഡ് ക്യാൻഡിൽ ഉണ്ട്, ഓക്കെ, തേർഡ് ക്യാൻഡിൽ ഉണ്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡും ക്യാൻഡിലിനെക്കാട്ടും കുറച്ചുകൂടി താന്ന് നിൽക്കുന്നൊരു ആണ് മിഡിൽ ക്യാൻഡിൽ വരുന്നത്. സോ അതായിരിക്കും അതിൻ്റെ സ്വിംഗ് ലോ എന്ന് പറയുന്നത്. അതേപോലെ ഹൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ട്, സെക്കൻഡ് ക്യാൻഡിൽ ഉണ്ട്, തേർഡ് ക്യാൻഡിൽ ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ക്യാൻഡിലിൻ്റെ നടുക്ക് നിൽക്കുന്ന രണ്ടാമത്തെ ക്യാൻഡിൽ കുറച്ചുകൂടി ഉയർന്നായിരിക്കും നിൽക്കുന്നത്. സോ അതായിരിക്കും എൻ്റെ സ്വിംഗ് ഹൈസ് എന്ന് പറയുന്നത്. സോ ഈ സ്വിംഗ് ഹൈൻ്റെയും സ്വിംഗ് ലോയിൻ്റെയും താഴെ മുകളിലായിട്ട് നല്ല രീതിക്ക് തന്നെ ലിക്വിഡിറ്റീസ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബൈ ഓർഡർ നടന്നു അല്ലെങ്കിൽ ഒരു ബൈ മൂവ്മെൻറ്റ് നടന്ന സമയത്ത് കുറേ പേര് അവിടെ ഓർഡർ ചെയ്ത സമയത്ത് അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ആ ഒരു ബൈ ക്യാൻഡിൽ തൊട്ട് താഴെയായിട്ടായിരിക്കും. അതേപോലെ സെൽ ഓർഡർ നടന്നു. ഓക്കെ, സെല്ലിലോട്ട് പോയ സമയത്ത് എന്താകും? കുറേ പേര് സെല്ല് ചെയ്തു. അവരുടെയൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുക ആ ഒരു സെൽ ക്യാൻഡിലിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും. സോ ആ ഒരു മുകളിലും അല്ലെങ്കിൽ ആ ഒരു സ്വിംഗ് ലോയിലും നല്ല രീതിക്ക് തന്നെ ലിക്വിഡിറ്റീസ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് മാർക്കറ്റിന് അറിയാവുന്നതും മാർക്കറ്റ് അത് എടുത്ത് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഒരു 1 hourൻ്റെ ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ലെഫ്റ്റും റൈറ്റും ഉള്ള ക്യാൻഡിലിൻ്റെ നടുക്കുള്ള ക്യാൻഡിൽ കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അവിടെ ഞാൻ ആ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അത് സ്വിംഗ് ഹൈസ് ആണ്. പിന്നെ അതോടൊപ്പം താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്വിംഗ് ലോസ് കാണാൻ പറ്റും. ലെഫ്റ്റും റൈറ്റുള്ള ക്യാൻഡിലിനെക്കാട്ടും കുറച്ചുകൂടി താന്നാണ് ആ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്കോ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലായിരിക്കും അതിൻ്റെ സ്വിംഗ് ഹൈസ് അല്ല ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് സ്വിംഗ് ലോസ് ഹൈസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്ത് ഹയർ ടൈം ഫ്രെയിംസിലാണ് നമ്മൾ നോക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 1 hourൻ്റെ എബോ ആണ് ഹയർ ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 hour നോക്കാം, 1 day നോക്കാം, അങ്ങനെ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ നോക്കാറുള്ളത്. സോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ ഒരു സ്വിംഗ് ലോയിലോട്ട് മാർക്കറ്റ് വന്നു, അതിനുശേഷം മാർക്കറ്റ് ചെറിയ താഴോട്ട് മൂവ്മെൻറ്റ് നടത്തി. അതേപോലെ തന്നെ ഇവിടെ വന്ന് നോക്കിയാൽ സ്വിംഗ് ലോയിൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നിട്ട് അവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ റെസ്റ്റ് ലിക്വിഡിറ്റീസ് ഒക്കെ എടുത്ത് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോയി. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന്. താഴത്തെ ലിക്വിഡിറ്റി എടുത്തു, അതിന് ശേഷം മുകളിലോട്ടൊന്ന് പോയി, പിന്നെ അതിൻ്റെ താഴത്തെ ലിക്വിഡിറ്റി എടുത്തു, പിന്നെ മുകളിലോട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് പോയി, പിന്നെയും താഴോട്ട് വന്നു. അവിടെ നോക്കി നമുക്ക് ഒരു FVG ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി അത് IRL ERലുണ്ട്. സോ അത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്താ സംഭവം എന്ന്. ഓക്കെ, അതും ലിക്വിഡിറ്റി തന്നെയാണ്, അതും ലിക്വിഡിറ്റി ഏരിയ. ഞാൻ ജസ്റ്റ് ഇന്ന് ഹൈസ് ആൻഡ് ലോസ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. സോ FVG ഉണ്ട്, അങ്ങനെ കുറേ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ ജസ്റ്റ് ഞാനത് ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ ഹൈസ് ആൻഡ് ലോസ് പറയുന്നുള്ളൂ. സോ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഹൈസ് ആൻഡ് ലോസിൻ്റെ വർക്ക് എങ്ങനെയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഹൈസ് ആൻഡ് ലോസ് മാർക്കറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതിനെങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എപ്പോഴും മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു IRL ERL എന്ന രീതിക്കായിരിക്കും മൂവ് ചെയ്യുന്നത്.
IR എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി, ER എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി. സോ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലിക്വിഡിറ്റി എന്താണെന്നും ലിക്വിഡിറ്റി ഇമ്പോർട്ടൻസ് എന്താണെന്നും ഓൾമോസ്റ്റ് സ്വിംഗ് ഹൈസ് ലോസ് എന്താണെന്നൊക്കെ അതിലെങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ലിക്വിഡിറ്റി. സോ അതിനെക്കുറിച്ച് നല്ല രീതിക്ക് തന്നെ പഠിക്കുക, നല്ല രീതിക്ക് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ആദ്യം ലെങ്ത് ആക്കുന്നില്ല. സോ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ ബൈ.